ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ വിളികളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഇടപെടലുകൾ ഈ പരിപാടിയുടെ ജീവനാണ്, ആത്മാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചുള്ള യാത്രയുമാണ്. ഒരു സംയുക്ത യാത്രയാണിത്. മാത്രമല്ല, ഇത്തരമൊരു പരിപാടി മറ്റുള്ള TV ചാനലുകളില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടപെടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ആദ്യം ഒരു വാട്സപ്പ് നമ്പർ, നിങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ അയക്കാനുള്ള നമ്പറാണ്. വാട്സപ്പ് നമ്പർ 6235968937. അതുകൂടാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോടൊന്ന് വിളിക്കണം, ഒന്ന് സംസാരിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കണം എന്ന് തോന്നിയാൽ, ഒരു ഇടപെടലിൻ്റെ സാധ്യത തോന്നുകയാണെങ്കിൽ വിളിക്കേണ്ട നമ്പർ 048428305010 048428305110. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടെലിഫോൺ ലൈനിൽ ഈ പ്രക്ഷേപണം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ കണക്ട് ചെയ്യും. അതുകൂടാതെ 24 ലോഗിൻ ചെയ്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കുറിക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഇട്ടാലും അത് ഈ മൊബൈൽ ഫോണിൽ വരും. അപ്പോൾ വിളികളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ തുടങ്ങുന്നു. ഇന്ന് ഏറ്റവും സങ്കടകരമായൊരു ദിവസം തന്നെയായിരുന്നു. ഇന്നലെ 19 മലയാളികളുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. എന്നാൽ ഇന്ന് 4 മലയാളികളുടെ മൃതദേഹം കൂടി സംസ്കരിച്ചു. കുവൈറ്റ് തീപിടുത്തം ഒരു തീരാത്ത വേദനയായി ഈ 4 കുടുംബങ്ങളിലും കത്തിനിന്ന ഒരു വാർത്താപ്പകലാണ് കടന്നു പോകുന്നത്. 100 കണക്കിന് ആളുകൾ ഈ വീടുകളിലൊക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെയാണ് നടക്കുക. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. 14 മലയാളികൾ അപകടനില തരണം ചെയ്തു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. എങ്ങും ഹൃദയഭേദകമായിരുന്നു കാഴ്ചകൾ. ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കൃഷിമന്ത്രി പി പ്രസാദ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മുടിയൂർക്കോണത്തെ വീട്ടുവളപ്പിലായിരുന്നു ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലം ബീച്ചിൽ സംസ്കരിച്ചു. മക്കളായ അശ്വിനും ആദിശയും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. നരിക്കൽ മാർത്തോമ ചർച്ചിലായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം. കൊല്ലം വെള്ളച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോം സെമിത്തേരിയിൽ നടന്നു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. ആരെന്ത് നൽകിയാലും ഈ കുടുംബങ്ങളുടെ കണ്ണീർ ഒരിക്കലും തോരില്ല. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും 23 കുടുംബങ്ങൾക്കും കരകയറാനാകട്ടെ. മറ്റു ബ്യൂറോകൾക്കൊപ്പം AV ജയശങ്കർ, കൊട്ടാരക്കര. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കുവൈറ്റിലെ NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം ഇന്ന് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപകടം കമ്പനിയുടെ വീഴ്ചയല്ല, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. പക്ഷേ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും കമ്പനി ഒഴിഞ്ഞു മാറില്ലെന്ന് ഈ KG എബ്രഹാം കൊച്ചിയിൽ പറഞ്ഞു. എല്ലാ മരിച്ച ആൾക്കാരുടെ വീടുകളും കമ്പനി പ്രതിനിധികളും കമ്പനി പ്രവർത്തകരും സന്ദർശിക്കും. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വികാരഭരിതനായിട്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ഇപ്പോഴും 50 പേർ മരിച്ച ഷോക്കിൽ നിന്ന് KG എബ്രഹാം മുക്തനായിട്ടില്ല. ദുരന്തം മാനസികമായി തളർത്തിയെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം. കമ്പനിയിലെ എല്ലാവരും കുടുംബാംഗങ്ങളെപ്പോലെയാണ്, അവരെ ചേർത്ത് നിർത്തുമെന്നും കണ്ണീരോടെ KG എബ്രഹാം പറഞ്ഞു. We want our people to be our family and we used to take care of them like a family. When we lost our family members of 49, 50 people, I couldn't bear it.
They were all my brothers' children. അപകടത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകും. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ വീതം 4 ദിവസത്തിനുള്ളിൽ നൽകുമെന്നും KG എബ്രഹാം. എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി മക്കൾ രണ്ടുപേരും ഈ ഇന്ത്യയിലുള്ള ഞങ്ങളുടെ നിന്ന് അകന്നുപോയ അവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റാസ് എടുക്കും. അവരുടെ ഭാര്യ, മക്കളെ, പിന്നെ അപ്പന്, അമ്മ, അവരുടെ അതിൻ്റെ വേണ്ടിയ കാര്യങ്ങൾ, അതിൻ്റെ അക്കൗണ്ട്സ് ഡീറ്റെയിൽ അതെല്ലാം എടുത്തിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് നാളെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാത്ത രീതിയിൽ നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമ്മൾ റിലീസ് ചെയ്യുക പൈസ. ഇൻഷുറൻസ് തുകയായി 4 വർഷത്തെ ശമ്പളവും കുടുംബങ്ങൾക്ക് ലഭിക്കും. ആശ്രിതർക്ക് ജോലി നൽകുമെന്നും കമ്പനി അറിയിച്ചു. അപകടത്തിന് പിന്നാലെ ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും കൃത്യമായ ഇടപെടലുകൾ നടത്തി. കേരള സർക്കാരിന്റെ ഇടപെടലുകളും ആശ്വാസകരമായെന്ന് KG എബ്രഹാം. കുവൈറ്റ് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ എംബസി, നമ്മുടെ കേരള ഗവൺമെൻറ്, എക്സ്പെഷ്യലി ചീഫ് മിനിസ്റ്റർ എല്ലാം ഇത് ചെയ്തിട്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാം എയർപോർട്ടിലുണ്ടായിരുന്നു. അതൊരു വലിയ റിയലി വെരി അപ്രീഷിയേറ്റബിൾ ആണ്. ഷോർട്ട് സർക്യൂട്ടാണ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിന് കാരണമായതെന്ന് KG എബ്രഹാം പറഞ്ഞു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിലെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്നാണ് NBTC കമ്പനി ഉറപ്പ് നൽകുന്നത്. അതോടൊപ്പം അന്വേഷണത്തോടും പൂർണ്ണമായും സഹകരിക്കും. എബിൻ ജോസ്, 24, കൊച്ചി. KG എബ്രഹാമിൻ്റെ വാർത്താ സമ്മേളനം കൊച്ചിയിലാണ് നടന്നത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ടെലിഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കുടുംബാംഗങ്ങളെ പോലെയാണ് ഈ കമ്പനിയിലുള്ള ജീവനക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും കമ്പനിയുടെ ഇടപെടലുണ്ടാകും. അത്യാഹിതം സംഭവിച്ച കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കും. മാത്രവുമല്ല, ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാം അതെല്ലാം ചെയ്യുമെന്ന് KG എബ്രഹാം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഏതെങ്കിലും ഈ കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കമ്പനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ ആശ്രിതർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയും ഉറപ്പാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ തുടക്കത്തിൽ 8 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും വരും നാളുകളിൽ മറ്റെന്ത് ആനുകൂല്യങ്ങൾ വേണോ അതെല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബാംഗം നഷ്ടപ്പെട്ടു പോയ വേദനയിലാണെന്നും KG എബ്രഹാം ഓർമ്മിപ്പിച്ചു നമ്മളെ. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ കുവൈറ്റിലെ ഏറ്റവും മലയാളികൾക്ക് ഒരുപാട് ജോലി നൽകുന്ന ഒരു കമ്പനി ഉടമ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് നീർവാരത്ത് ജനവാസ മേഖലയിറങ്ങി 2 കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിവിട്ടു. 2 കൊമ്പന്മാരെയാണ് അമ്മാനി വനമേഖലയിലേക്ക് തുരത്തിയത്. തോട്ടത്തിൽ നിലയുറപ്പിച്ച 2 പിടിയാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാ. ഇവിടുത്തെ സർക്കാരും ചെയ്യാൻ പറ്റാ. ഞാൻ ഇവിടെ എൻ്റെ മുന്നിൽ ഇത് നോക്ക്, എൻ്റെ വീടിൻ്റെ ഈ 2 സൈഡ് കൂടെ ആന പറ്റുക. 1 2 അല്ല, ഇന്നലെ ഓടിച്ചിട്ട് ആനയാടി വരുന്നത്. ഞാൻ ഇന്നലെ 8 മണിക്ക് ആന ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ടാണ് എല്ലാ വഴിക്കും വരായിരുന്നു. ഉദ്യോഗസ്ഥന്മാര് ഫെൻസിന് മുഴുവൻ തകർത്തു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല. ഇത് 30 കൊല്ലമായിട്ട് ഈ ആന വരുന്നുണ്ട്. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആന 6:30 ആകുമ്പോഴേക്കും തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചിറങ്ങും. ഒരു ഫോറസ്റ്റുകാരോട് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ വരികയോ അതിനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ ഇതൊന്നും ചെയ്യില്ല. നാട്ടുകാരുടെ എല്ലാ മുതലുകളും തിന്നു പോയിക്കോട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഇവർ നമ്മളിപ്പോൾ ഒരു ആന ഇറങ്ങി ഒരു വളവിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വരിക. ഇവരുടെ സൗകര്യം പോലെയാണ് ഇവർ വരിക. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരിക്കുമല്ലോ. ഏത് സമയത്തും കാട്ടാന ഓടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ കൂരകളിൽ കിടന്നുറങ്ങുക? വിവരങ്ങൾ. ഇന്നലെയും തുടങ്ങിയതല്ല, ഏറെ നാളുകളായി വലിയ കഷ്ടമാണ് ഈ പുഞ്ചവയൽ അടക്കമുള്ള മേഖലയിൽ. പുഞ്ചവയൽ, നീർവാരം, പരിയാരം, അമ്മാനി ഉൾപ്പെടെയുള്ള പനമരത്തോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യരുടെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയാണ്. അത്തരത്തിലൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടാനകളുടെ നിരന്തര ശല്യം ഉള്ള പ്രദേശമാണ്. ഇവിടെയാണ് ഒരു കാട്ടാന കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ ഉണ്ടായത്. അതായത് ഒരു തെങ്ങ് കുത്തി മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു വീട്ടുപറമ്പിലെ തെങ്ങ് നേരെ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് വീഴുകയും അതിൽ നിന്ന് ഷോക്കേറ്റാണ് കാട്ടാന ചെരിഞ്ഞത്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായ പ്രദേശം കൂടിയാണ് ഈ മേഖല. ഇവിടെയാണ്
ഇന്ന് രാവിലെ മുതൽ കാട്ടാനകൾ തോട്ടത്തിൽ തമ്പടിച്ചത്. 4 കാട്ടാനകൾ ഉണ്ടായിരുന്നത്. അതിൽ 2 കൊമ്പനും 2 പിടിയും ആണ് എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനുശേഷം RRT സംഘം ഉൾപ്പെടെയുള്ളവർ തോട്ടത്തിലേക്ക് പോയി. കാപ്പിത്തോട്ടമാണ്. അവിടെ നിന്ന് 2 ആനകളെ, 2 കൊമ്പന്മാരെ തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൊമ്പന്മാരെ നേരെ ഒരു കമുകിൻ തോട്ടത്തിലൂടെ നേരെ വയലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നും പുഴയ്ക്ക് അപ്പുറത്തുള്ള അമ്മാനി വനമേഖലയിലേക്ക് കയറ്റി അയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഇനി 2 ആനകളെ കൂടി തുരത്തി ഓടിക്കാനുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ രാത്രിയിൽ സ്വാഭാവികമായി ആനകൾ വനത്തിനകത്തേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. ആ അമർഷത്തിൻ്റെ ഭാഗമായി തന്നെ അവർ തഹസിൽദാരുടെ വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗശല്യത്തിന് എതിരെ വേണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലുള്ള കൃഷിനാശം സംഭവിക്കുന്നു, വീടുകൾക്ക് ഭീഷണി, ജനജീവിതത്തിന് ഭീഷണി, അത്തരത്തിൽ നിരന്തരമായ ശല്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് SKN ഇത്തരത്തിലൊരു നടപടി, ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. ഇതുമാത്രമല്ല, ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ ഫെൻസിങ് ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഈ തൂക്ക് ഫെൻസിങ്ങിന്റെ ഭാഗമായി അവിടെ ഈ ട്രഞ്ചുകളെല്ലാം തന്നെ മൂടിയ നിലയാണ്. ഇതിലൂടെ എല്ലാം തന്നെ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ആക്ഷേപമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും മോണിറ്ററിംഗ് തുടരുന്നുണ്ട് വനംവകുപ്പ്. ഇത് ചിലപ്പോൾ സ്വാഭാവികമായോ അത് വനത്തിലേക്ക് കയറാം, ഇല്ലെങ്കിൽ നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ള വിവരമാണ് നൽകുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ ഏറ്റുമുട്ടിയ 2 പോലീസുകാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടി. CPOമാരായ സുധീഷ്, ബോസ്കോ എന്നിവരെയാണ് സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്കാണ് ഇരുവർക്കുമെതിരെ നടപടി എടുത്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം SPയുടെ നടപടി. 2 പോലീസുകാരുടെ കയ്യാങ്കളി പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, വലിയൊരു കൊടിയ വഞ്ചനയുടെ വാർത്തയാണ് പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. പൊതുജനം കഴുതിയല്ല എന്ന് വിളിച്ചു പറയേണ്ട ഒരു വാർത്തയാണിത്. അധികൃതരുടെ വഞ്ചന മൂലം പെരുവഴിയിലായ ഒരു വീട്ടമ്മയുടെ ദുരവസ്ഥ. അതിലേക്കാണ് ഈ പൊതുജനം പരിപാടി കടക്കുന്നത്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈവ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ വഞ്ചിച്ചെന്നാണ് ഒരു വീട്ടമ്മയുടെ പരാതി. രേഖകൾ തിരികെ വാങ്ങാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ത്രീയെ ഉദ്യോഗസ്ഥൻ മുറിയിലിട്ട് പൂട്ടി. പുത്തൂർ സ്വദേശി സാവിത്രിയുടെ പരാതിയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസറിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ച് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ സാവിത്രിയും കുടുംബവും പെരുവഴിയിലായിട്ടുണ്ട്. ഈ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പേര് തെറ്റിപ്പോയി. ലൈവ് മിഷനിൽ വീട് കിട്ടിയത് മറ്റൊരു സാവിത്രിയും, എന്നാൽ വീട് പൊളിച്ചു കളഞ്ഞത് വേറൊരു സാവിത്രിയും. എന്തായാലും ഒരു സാവിത്രി ഇപ്പോൾ തെരുവാധാരമായി. ലൈഫ് മിഷനിലെ കൊടുംചതിയിൽ പെരുവഴിയിലായതാണ് സാവിത്രിയുടെ കുടുംബം. സാവിത്രിയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആൺമക്കളും ഉൾപ്പെടെയുള്ളവർ എനിക്ക് പുറകിൽ കാണുന്ന ഈ ടാർപോളിംഗ് കൊണ്ട് കെട്ടിയ ഷെഡിലാണ് ഇപ്പോൾ താമസം. സാവിത്രി വീടിനായി ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ പേരുണ്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് പഴയ വീട് പൊളിച്ചു നീക്കി. ഭൂമി സംബന്ധമായ രേഖകളും കരാർ രേഖകളും കൈമാറുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീട് അനുവദിച്ചത് മറ്റൊരു സാവിത്രിക്കാണെന്നും പേര് മാറിപ്പോയതാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയത്. വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ സാവിത്രി പഞ്ചായത്തിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങാനെത്തിയപ്പോൾ VEO M അബ്ദുൽ നാസർ മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ആരോപണം. പോയി എനിക്ക് പേടിച്ചിട്ട് ഞാൻ അവിടെ തട്ടി ആർട്ടതായിട്ട് പേടിച്ചിട്ട് അടിച്ചിട്ട് പോയല്ലേ അയാൾ. ഇപ്പോൾ താഴേക്ക് പോലീസ് ഞങ്ങൾ കൊടുത്തിട്ട് അയാൾ തന്നെ കൊടുത്തിട്ട് പോലീസ് വന്നു. മഴ പെയ്തതോടെ ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ കുടുംബത്തിന് താമസിക്കാൻ കഴിയാതെയായി. മാനസിക വെല്ലുവിളി നേരിടുന്ന 2 മക്കളുമൊത്ത് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. VO ഒരാളാണ് സാവിത്രിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ലാണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയെല്ലാം നഷ്ടം വരുത്തി വെച്ചത്. നമുക്ക് വീടില്ല. നമ്മൾ ഇപ്പോൾ മഴക്കാലത്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വാടക കൊടുക്കണം. സാവിത്രി നൽകിയ പരാതിയിൽ VEOക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂട്ടിയിട്ടെന്ന പരാതി തെറ്റാണെന്നാണ് അബ്ദുൽ നാസറിന്റെ വാദം. വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകാത്തതിനാൽ സാവിത്രി തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമുള്ള അബ്ദുൽ നാസറിന്റെ പരാതിയിൽ സാവിത്രി, വാർഡ് മെമ്പർ പ്രമീള ഉൾപ്പെടെ 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നൽകിയ മോഹന വാഗ്ദാനങ്ങളും ഉത്തരവാദിത്തമില്ലായ്മയും കാരണമാണ് സാവിത്രിയുടെ കുടുംബം ഈ കുടിലിലേക്ക് എത്തിയത്. ഇനി അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം.
ഒപ്പം അവരെ ഈ ഗതിയിലാക്കിയ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വളരെ നമുക്കൊരു ശോഭം തോന്നുന്ന ഒരു വിവരമാണ് ഇവിടെ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഇപ്പം ഒരു സാവിത്രി ആണെന്ന് കരുതി വേറൊരു സാവിത്രിക്ക് വീട് പൊളിച്ചു കളയുക, എന്നിട്ട് അവർ തെരുവാധാരമാകുക, ഉദ്യോഗസ്ഥന്മാർ എന്നിട്ട് ഈ വീട്ടമ്മയെ മുറിയിലിട്ട് പൂട്ടുക, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതിൽ അവിടുത്തെ ഈ തദ്ദേശ ഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലേ? ഉദ്യോഗസ്ഥർ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ കൊടും വഞ്ചനയുടെയും കൊടും ചതിയുടെയും വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ സാവിത്രിയും മകൾ നിഷയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ പഞ്ചായത്ത് ഓഫീസിനെ നേരത്തെ കൈമാറിയിരുന്നു. ആ രേഖകൾ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചായത്തിലെത്തിയത്. അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസർ അദ്ദേഹം സാവിത്രിയോട് കയർക്കുകയും തനിക്ക് ഞാൻ ഇങ്ങനെ ഒരു രേഖ തന്നിട്ടില്ല, അങ്ങനെ ഒരു ഒപ്പോ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സാവിത്രിയെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. ഏതായാലും ഈ അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ഈ കുടുംബം നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. 2017 മുതൽ ഇവരുടെ പേരൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവർക്ക് വീട് നൽകാൻ പഞ്ചായത്ത് അധികൃതർ ആരും തയ്യാറായില്ല. പിന്നീട് ഇവർ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ പട്ടികയിൽ പേരുണ്ടെന്ന് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പറയുന്നത്. ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉറപ്പോടുകൂടി തന്നെ ഇവരുടെ വീട് പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ആ വീട് പൊളിച്ചു നീക്കുന്ന സമയത്ത് തന്നെ സാവിത്രി ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോട് തനിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളുള്ള 2 ആൺമക്കളുണ്ട്, ഭർത്താവിന് ഹൃദയ സംബന്ധമായ അസുഖമാണ്, ഈ സാവിത്രിക്കും ഹൃദയ സംബന്ധമായ അസുഖമാണ്, അതുകൊണ്ട് ഒരു മുറിയും ഒരു ബാത്റൂമും ബാക്കി വെച്ച് മാത്രം ഈ വീട് പൊളിച്ചാൽ മതിയോ, പഴയ വീട് പൊളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥൻ മുഴുവൻ വീടും പൊളിച്ചു കളയണമെന്ന ശാഠ്യം പിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട് മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ഈ പുതിയ വീട് നിർമ്മിക്കാനുള്ള കരാർ എടുത്തു. അതിനുള്ള കരാറുകാരനെ കണ്ടെത്തി. ഈ കരാർ രേഖകളെല്ലാം തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിച്ചു. അതിനുശേഷമാണ് ഈ വീട്, അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് പാസ്സായിട്ടില്ല, അത് മറ്റൊരു സാവിത്രിയാണ്, ഇനി ലൈഫ് മിഷനിൽ പുതിയ പട്ടികയിൽ നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് വീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദുരിതപൂർണമായ അവസ്ഥയാണ്. നേരത്തെ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടിലായിരുന്നു അവർ ദിവസങ്ങളായി താമസിച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് മാത്രമാണ് അവർക്ക് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറാൻ സാധിച്ചത്. പക്ഷേ ഈ വാടക വീട്ടിൽ പോലും വാടക നൽകാൻ ഈ കുടുംബത്തിന് ഗതിയില്ല എന്നതാണ് SKN യാഥാർത്ഥ്യം. കാരണം 2 മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആൺമക്കളുണ്ട്. അവരുടെ മരുന്നിന് തന്നെ വലിയൊരു തുക ആവശ്യമാണ്. ഈ സാവിത്രിക്കും ഇന്ന് നമ്മൾ പോയ സമയത്ത് സാവിത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സാവിത്രിക്കും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്, ഭർത്താവ് മിത്രനും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. ഇവരുടെ ചികിത്സയ്ക്ക് തന്നെ വലിയൊരു തുക ആവശ്യമാണ്. ആ ഘട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു കൊടും വഞ്ചന, കൊടും ചതി ഈ കുടുംബത്തിന് മേൽ ചെയ്തത് എന്നുള്ളതാണ് SKN. താങ്ക് യു അരുൺ പാറക്കൽ. തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൻ്റെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരും. ഈ വാർത്ത അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം ഇങ്ങനൊന്നും ഒരു വീട്ടമ്മയോട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി ഒരു ഇടവേള. അതിനു മുമ്പൊരു കാര്യം, സന്തോഷ് കുമാർ പറയുന്നു യൂട്യൂബിൽ 24 കാണുന്നവരെ മാത്രം പുകഴ്ത്തുന്നു, ഞങ്ങളെപ്പോലെ TV-യിൽ ചാനൽ കാണുന്നവരെ പരിഗണിക്കുന്നില്ല. സന്തോഷ് കുമാർ, താങ്കൾ അറിയേണ്ട കാര്യം, യൂട്യൂബിൽ കാണുന്ന ആളുകളെക്കാളും എത്രയോ ലക്ഷങ്ങൾ ഇരട്ടിയാണ് ടെലിവിഷൻ വഴി നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതും TV കാണുന്നതും. അപ്പോൾ TV പ്രേക്ഷകർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ പ്രേക്ഷകരാരായാലും പ്ലാറ്റ്ഫോം ഏതായാലും പ്രേക്ഷകർ നമ്മുടെയല്ലേ. അപ്പോൾ പ്രേക്ഷകരാരായാലും പ്ലാറ്റ്ഫോം ഏതായാലും നമ്മൾ ഒരേ കുടുംബം പോലെയായിരിക്കും മുന്നോട്ട് പോകുക. സന്തോഷ് കുമാറിന് അതിനകത്തൊരു ടെൻഷൻ വേണ്ട. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ട് ഉടൻ പരിഹാരം സാധ്യമാക്കുന്ന നമ്മുടെ പരിപാടിയാണ് ഉത്തരം. ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത് മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതുവരെ ഈ പ്രശ്നത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് 24 തീരുമാനം. അതിപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലത്ത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ഉൾനാടൻ ജലഗതാഗത മേഖലയിലെ ജലയാനങ്ങളുടെ രജിസ്ട്രേഷനായി നിർമ്മിച്ച കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നുവെന്ന് 24 വാർത്ത കൊടുത്തിരുന്നു. അതിൻ്റെ പിന്നാലെ സർക്കാർ ഇടപെട്ടു, കെട്ടിടം നവീകരിച്ചു. 24ൻ്റെ ഒരു ഇമ്പാക്റ്റ്. നമുക്ക് സന്തോഷം, അഭിമാനം.
ദേ ഈ കാണുന്ന കെട്ടിടം, അതായത് ഈ താഴിട്ട് പൂട്ടിയിരിക്കുന്ന കെട്ടിടമാണ് ജലയാനങ്ങളുടെ രജിസ്ട്രേഷനായി സർക്കാർ തുടങ്ങിയത്. പക്ഷേ തുടങ്ങിയ അന്നു മുതൽ തന്നെ താഴിട്ട് കിടക്കേണ്ട ഗതികേടിലാണ്. കോർട്ടിൻ്റെ ഓഫീസാണെന്നറിയാം, എല്ലാവരും ഉപയോഗത്തിനാണെന്നൊന്നും അറിയത്തില്ല. ഒത്തിരി നാളുകൊണ്ട് പണി കിടന്ന് കിടക്കി. എല്ലാ വെള്ളോടി ഇതിനകത്താണ് മൊത്തം വരും. മന്ത്രിയുടെ ഇതിനകത്ത് വരും വെള്ളമടിക്കുക. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ തലത്തിൽ നിന്ന് ഇടപെടലുണ്ടായി. അതിനുശേഷം ആ മന്ദിരത്തിനുണ്ടായ മാറ്റമാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഉൾനാടൻ ജലഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലയാനങ്ങളുടെ രജിസ്ട്രേഷൻ, സർവേ എന്നിവ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയാണ് അഷ്ടമുടി കായൽക്കരയിൽ ഇരുനില ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഓഫീസ് തുറന്നുകൊടുക്കാൻ ഇടപെടലുണ്ടായില്ല. പ്രദേശവും ഓഫീസ് കെട്ടിടവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. ശിലാഫലകം സ്ഥാപിക്കേണ്ടയിടത്ത് മദ്യപാനികളുടെ വക മുന്നറിയിപ്പ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. കായലിനോട് ചേർന്നതിനായതിനാൽ ജലയാനങ്ങൾ എളുപ്പത്തിലെത്തിക്കാനും പരിശോധന നടത്താനും ഇവിടെ സൗകര്യമുണ്ടെന്നതാണ് ഓഫീസിന്റെ ഗുണം. ഉദ്ഘാടനം നടത്തിയ ശേഷം പള്ളിത്തോട്ടത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിക്കും. മന്ത്രി ഇടപെട്ടത് ചെയ്യുന്നുണ്ട് നല്ല കാര്യം. അത് ഇതെന്തെങ്കിലും ഇതെല്ലാം മാറി കിടക്കും. ഇവിടെ എപ്പോഴും ആൾ പോകുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് പേര് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്നത്, അത് നല്ല കാര്യം തന്നെ. പൂർത്തിയാക്കിയത് വളരെ നന്ദി. അത് ശരിയാക്കി ഉപയോഗ സാധ്യത ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ. 2 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടം കഴിഞ്ഞ ദിവസങ്ങൾ വരെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ ഇടപെട്ട വകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും 1000 നന്ദിയുണ്ട്. പക്ഷേ ഈ താഴിട്ട കെട്ടിടം തുറന്നു കൊടുക്കാനുള്ള നടപടി കൂടി ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് ഉണ്ടായേ മതിയാവും. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഹരിദാസ് പറയുന്നു, ടി വി ആയാലും മൊബൈലായാലും 24 ചാനൽ കൂടുതൽ ആരെയും മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഹരിദാസ്, ഇത്രയും പ്രേക്ഷകരോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഞാൻ താങ്കളെ വെല്ലുവിളിക്കുക. കാരണം അത്രയും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ നേരിട്ട് ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇപ്പോഴൊക്കെ ശരിക്കും നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, അത് പ്രക്ഷേപണം വഴിയല്ല, അല്ലാതെ നേരിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാലും അതാത് ഡിപ്പാർട്ട്മെൻറ്റും അതാത് മന്ത്രിമാർക്കും നമ്മൾ കത്തോടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പരിശോധിക്കണം. ചില കാര്യങ്ങളിലൊക്കെ നടപടികളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്തിടെ തന്നെ നമ്മുടെ ഒരു മന്ത്രിക്ക് നമ്മുടെ ഒരു സംഭവം അയച്ചു കൊടുത്തിരുന്നു, മന്ത്രി VN വാസവന്. അദ്ദേഹം സത്വരം അതിൽ നടപടിയെടുത്തു. അങ്ങനെ എത്രയോ ആളുകൾ നടപടിയെടുക്കുന്നു, തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് തന്നെ സംസാരിക്കുന്ന ചാനൽ തന്നെയാണ് 24. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രക്ഷേപണം മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും നമ്മുടെ ജോലിയാണ് നമ്മൾ കരുതുന്നു. തള്ളല്ലേ എന്ന് നിങ്ങൾ പറയും, ഇത്തിരി തള്ളുക. ഇത് എന്തായാലും നിങ്ങളിത് അറിയണം. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ കയ്യാങ്കളിയിൽ 2 പോലീസുകാർക്കെതിരെ നടപടി. സിവിൽ പോലീസ് ഓഫീസേഴ്സായ സുധീഷ്, ബോസ്കോ എന്നിവരെയാണ് കോട്ടയം SP അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. K. കാർത്തിക്കിൻ്റെ നടപടി അനുസരിച്ച് 2 പോലീസുകാരും പുറത്തായി. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇവരുടെ സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ ഒരാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 പോലീസുകാരെയും സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി കോട്ടയം SP സസ്പെൻഡ് ചെയ്തു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ തരും. ടോബി, എന്ത് കാരണം പറഞ്ഞാലാണ് ഈ CPOമാർ തമ്മിൽ ഏറ്റുമുട്ടിയത്? ഒരാളുടെ തല നന്നായി പരിക്കേറ്റുവെന്നും വാർത്തയുണ്ടല്ലോ, വിവരങ്ങൾ. SKN ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ തർക്കം ഇരുവർക്കുമിടയിൽ നടക്കുന്നുണ്ട്. ഈ സുധീഷ്, ബോസ്കോ എന്ന് പറയുന്ന 2 CPOമാർക്ക് ഇടയിലും ഈ ഒരു തർക്കമുണ്ട്. ഈ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ഒരു കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഒരുപക്ഷെ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ 2 പോലീസുകാരുടെയും ഭാഗത്തു നിന്നും വന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ഇവർ തമ്മിൽ ഈ വാക്കുതർക്കമുണ്ടായത്. തുടർന്ന് അപ്രതീക്ഷിതമായി അത് കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. ഈ ഉന്തിലും തള്ളിനും ഇടയിൽ ഒരാളുടെ തല, സുധീഷിന്റെ തല, ഈ ജനലിന്റെ ചില്ലിലിടിക്കുകയും പരിക്കേൽക്കുകയുമായിരുന്നു. ഉടൻ തന്നെ സുധീഷ് SIയുടെ മുറിയിലേക്ക് പോയി പരാതി പറയുകയും തുടർന്ന് ബഹളം വെച്ചുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് വന്ന സുധീഷിനെ പിന്നാലെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ച് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും സേനയ്ക്ക് തന്നെ നാണക്കേടായ ഈ സംഭവത്തിൽ ഉടനടി ജില്ലാ പോലീസ് മേധാവി
പ്രാഥമിക അന്വേഷണം നടത്തി ഈ രണ്ടുപേരെയും അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഎസ്പിയോട്, ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കെ കാർത്തിക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ടോബി ജോൺസൺ, താങ്ക് യു. അഫ്സൽ പറയുന്നു 24 എന്തായാലും ഈ കാസർഗോട്ടെ ആ വീട്ടമ്മയുടെ കാര്യത്തിൽ ഇടപെടണം. ഇടപെട്ട് കഴിഞ്ഞു, അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ വീട്ടമ്മയ്ക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അവരോടൊപ്പം നമ്മൾ ഉണ്ടാകും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ പ്രതികരണ വേദി തുടരുകയാണ്. തലസ്ഥാനത്തെ റോഡുകൾ എന്നാവും സ്മാർട്ടാകുക? നിർമ്മാണം പൂർത്തിയാക്കുമെന്ന അവകാശവാദം 3ാം വട്ടവും പാഴ്വാക്കായി. കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന 10 റോഡുകളിൽ 5 റോഡുകളുടെ പണി പകുതി പോലും ആയിട്ടില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ എന്ന് സ്മാർട്ടാകുമെന്ന് ജനം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ അവസാന അവധി ജൂൺ 15, അതായത് ഇന്ന്. സ്മാർട്ടായോ നമ്മുടെ തലസ്ഥാനം? സ്മാർട്ട് സിറ്റി റോഡുകൾ 10 ജൂൺ മാസം 15 സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. ആദ്യം കിഴക്കേക്കോട്ടയിൽ നിന്ന് തുടങ്ങാം. ഇത് കിള്ളിപ്പാല മട്ടക്കുളങ്ങര റോഡ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കാനും ബുദ്ധിമുട്ട്, ആൾക്കാരും ഇല്ല ഇവിടെ, എന്ത് ചെയ്ത് പിന്നെ. എനിക്ക് കച്ചവടം ഒരു കച്ചവടം ഇല്ല, വാടക 12,000 രൂപ കൊടുക്കണം. ഇപ്പം ഇങ്ങനെ കുളിയായിട്ട് കിടക്കുമ്പോൾ ഒരു മനുഷ്യരും വരണില്ല, ரொம்ப ബുദ്ധിമുട്ട്. പെട്ടെന്ന് ചെയ്തു തന്നാൽ സന്തോഷമായി, അത്രയേ പറയാവുള്ളൂ. ഞാൻ 13 ദിവസം കടയടച്ചിട്ടിരുന്നു. ഇനി ഉപ്ലാമൂട് ഓവർബ്രിഡ്ജ് റോഡിന്റെ സ്ഥിതി നോക്കാം. അല്ല, യാത്ര വളരെ ദുരിതമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ ഇഷ്ടംപോലെ ഈ സ്ഥലത്തുണ്ട്. അവരെ കൊണ്ടുപോകുന്നതിനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ തന്നെ എൻ്റെ മകനെ വിളിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് റോഡ് പണി തീർന്നാലേ നമുക്ക് എല്ലാവർക്കും നടന്നു പോകാൻ വരെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ബേക്കർ ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡ്. തിരുവനന്തപുരത്ത് എത്രയോ റോഡുകൾ നല്ല റോഡായിരുന്നു, ഇതൊരാവശ്യമില്ല. നമ്മൾ ഗതാഗത സൗകര്യമായിരുന്നു, ആൾക്കാർ യാത്രയായിരുന്നു, എല്ലാവരും. ഇതുപോലെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് റോഡ് പൊളിച്ചിട്ടിട്ട് ഇത് ഗവൺമെൻറ് വിദ്യാഭ്യാസമില്ലാത്ത എഞ്ചിനീയേഴ്സോ അല്ല അധിക വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയേഴ്സോ അവർ ചെയ്യുന്നൊരു പരിപാടിയാണോ? നോക്കൂ, എത്ര ട്രാഫിക് ഇതാണ്, പ്രോബ്ലംസാണ്. ഈ റോഡിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ശരി, വേണമെങ്കിൽ ഓരോ റോഡില്ലേ അവർ നന്നാക്കട്ടെ, ഈ റോഡ് നന്നാക്കിയിട്ട് അടുത്ത റോഡ് കുഴിക്കുക. ഇതല്ല, അവർക്ക് ഈ കോൺട്രാക്റ്റ് പൈസ ഈ ചക്കറിലാണ് എല്ലാ റോഡുകളും, തിരുവനന്തപുരത്തുള്ള എല്ലാ റോഡുകളും ഇതേ സെയിം കണ്ടീഷൻ. ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചിയൂർ റോഡിലെത്തിയാൽ കാണുന്ന കാഴ്ച ഇങ്ങനെ. നമുക്ക് കയറാൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പോകാൻ വേണ്ട ബൈക്ക് കൊണ്ടുവയ്ക്കാൻ നിവൃത്തിയില്ല, അങ്ങനെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പക്ഷേ റോഡ് പണി പൂർത്തിയാവാത്തത് നമ്മുടെ സർക്കാരിൻ്റെ കുഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഈ മഴ ഒരു പ്രശ്നം, ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പോഴത്തേക്ക് ശരിയാകുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. 10 ദിവസത്തിനകത്ത് ശരിയാകുമെന്നാണ് അവരെല്ലാം പറയുന്നത്. സ്കൂളടപ്പിന് മുൻപേ, അതിനുശേഷം 3 മാസമാവാൻ പോടും. ഇന്ത്യ മക്കളെ ഇതെല്ലാം നടക്കണ്ടേ, റോഡും വേണം. തീരുമെന്ന് പറയുന്നത് തിങ്കളാഴ്ചയ്ക്ക് മുൻപേ തീരുമെന്ന് പറയുന്നത്. വഞ്ചിയൂരിൽ നിന്ന് MG രാധാകൃഷ്ണൻ റോഡിലെത്തിയാൽ അവസ്ഥ മാറ്റമില്ല. ഫീൽഡ് മോണിറ്ററിങ്ങിന് ഉത്തരവാദപ്പെട്ട ആളുകളില്ല എന്നുള്ളതാണ്. ഈ പല തരം പണികളാണല്ലോ നടക്കുന്നത്. ആ ഓരോ പണിയും ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഓരോ ഏജൻസി ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആരൊക്കെയോ വന്ന് നിൽക്കുന്നു, ആരൊക്കെയോ പണി ചെയ്യുന്നു. ഇവിടെ തന്നെ ഈ റോഡ് ഒരിക്കൽ റോഡ് ചല്ലിയിട്ടതിന് ശേഷം 3-4 പ്രാവശ്യം വീണ്ടും കുഴിച്ച് പുതിയ പണികൾ നടത്തുന്നു. അപ്പോൾ ഒരു പണി നടത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥലത്തിൽ ഇംപ്ലിമെൻറ്റേഷനിൽ വന്നിട്ടുള്ള ഒരു പാളിച്ചയാണ്. റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടം വഹിക്കുന്ന 12 റോഡുകളുടെ നിർമ്മാണം മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യ വാഗ്ദാനം. ഇത് നടക്കാതെ വന്നതോടെ
പണി പൂർത്തിയാകുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപെന്ന് മാറ്റി. അന്നും തീരില്ലെന്നുറപ്പായതോടെ ജൂൺ 15-നകമെന്നായി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലണ്ടർ നോക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾ പറഞ്ഞ അവസാന അവധിയും ഇന്ന് തീർന്നു. നടുവൊടിഞ്ഞും ജീവൻ പണയപ്പെടുത്തിയുമുള്ള സാഹസിക യാത്രയ്ക്ക് എന്ന് അറുതി വരുമെന്നാണ് പാവം ജനങ്ങൾ ചോദിക്കുന്നത്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും BS മനീഷിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു, പഴയൊരു ചൊല്ലാണ്. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഇടുക്കി പൂപ്പാറയിലെ ജനങ്ങൾ. കുടിവെള്ള വിതരണ പ്രതിസന്ധി മറികടക്കാൻ ഇറക്കിയിട്ടിരുന്ന പൈപ്പുകൾ ഒരിക്കൽ മുഴുവനും കത്തിപ്പോയി. കത്തിപ്പോയ പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാത്തത് മറ്റൊരു പ്രതിസന്ധിക്ക് വഴിവെച്ചു. ഇപ്പോഴ് പൈപ്പുകൾ ഇടുന്നതിന് റോഡരികിലെടുത്ത കുഴികളും നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. കഴിഞ്ഞ മാർച്ച് 1-നാണ് എസ്റ്റേറ്റ് പൂപ്പാറയിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇറക്കിയിട്ടിരുന്ന പൈപ്പുകൾ കത്തി നശിച്ചത്. പൈപ്പുകൾ കത്തിയതിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 2,60,00,000 രൂപയുടെ പൈപ്പുകൾ കത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. പൈപ്പുകൾ കത്തി നശിച്ചതോടെ രാജകുമാരി, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളുടെ ഇരുവശവും കാനകൾ തീർത്തിരുന്നു. ഗ്രാമീണ കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും കുത്തിപ്പൊളിച്ചാണ് പൈപ്പുകൾ സ്ഥാപിച്ചത്. 1 മാസത്തിനകം പുനർനിർമ്മിച്ചു നൽകാമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനർനിർമ്മിക്കാനോ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനോ നടപടിയില്ല. മഴക്കാലമായതോടെ റോഡുകളിലൂടെയുള്ള സഞ്ചാരവും ദുർഘടമായിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇവിടെ കത്തുപിടിച്ചതെന്നും ഇവിടെ നാശനഷ്ടം ഉണ്ടായതെന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലെ പോക്കറ്റ് റോഡുകളെല്ലാം ഈ ഓസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുക. അതിപ്പോൾ ഒരു അപകടപരമായ സാഹചര്യത്തിൽ നിൽക്കുക. 2 വീലറുകാർക്കും അതുപോലെ ചെറുവണ്ടിക്കാർക്കും പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടായിട്ട്. എറണാകുളം സ്വദേശിയാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ, രാജകുമാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാറെടുത്തിരുന്നത്. കത്തി നശിച്ച പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പൈപ്പ് കത്തിയതിന്റെ നഷ്ടം ആരാണ് വഹിക്കേണ്ടതെന്ന കാര്യത്തിൽ ജലവിഭവ വകുപ്പിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ. ശാന്തൻപാറ, രാജകുമാരി പഞ്ചായത്തുകളിലെ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. പൈപ്പുകൾ കത്തി മാസങ്ങൾ കഴിഞ്ഞു, തുടർ നടപടി ഒന്നും ഉണ്ടായില്ല. ഇതാണ് നാട്ടുകാരുടെ പരാതി. പൂപ്പാറയിലടക്കം നിരവധി മേഖലകളിലെ കുടിവെള്ള വിതരണവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. ജനങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു നമ്മളോട്. രാജകുമാരി പഞ്ചായത്തിൻ്റെ 8-ാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ റോഡ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിൻ്റെ ഇരു സൈഡും കുഴിച്ച് JCB ഉപയോഗിച്ച് കുഴിച്ച് കാന കീറുകയും പൈപ്പ് ഇടുകയും ചെയ്തു. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് യാതൊരു നടപടിയില്ല. റോഡ് കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു തരുന്നതാണ്. പൂപ്പാറ ജലജീവൻ പദ്ധതിയുടെ ഓസ് കത്തിപ്പോയതിനെ തുടർന്ന് ജലജീവൻ പദ്ധതിയുടെ പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കാം. ഞങ്ങളുടെ റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ച് എല്ലാ വീട്ടിലേക്കും കണക്ഷൻ കൊടുത്തതെല്ലാം പൊളിച്ച് കോൺക്രീറ്റിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക. വണ്ടിയും വരികയില്ല, ഒന്നും വരികയില്ല. വലിയ വണ്ടിക്ക് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒന്നും വരത്തില്ല. ഇപ്പോൾ ഏതായാലും ഭയങ്കര കഷ്ടമാണ്. റോഡിൽ കൂടെ ഇറങ്ങി വരാനോ വലിയ വണ്ടികൾ വരാനോ ഒന്നും പറ്റുകയില്ല. ഈ റോഡ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വെട്ടിപ്പൊളിച്ചതാണ്. ഇതുവരെ ശുദ്ധമായി കുടിവെള്ളവും ഇല്ല, റോഡ് നന്നാക്കി തന്നിട്ടില്ല. 1 മാസത്തിനുള്ളിൽ ഈ റോഡ് നന്നാക്കി തന്നേക്കാമെന്ന് പറഞ്ഞാണ് ഇത് വെട്ടിപ്പൊളിച്ചത്. ഇപ്പോൾ ഈ വഴിക്കോടെ നടക്കാനും വണ്ടികൾ പോകാനും ഭയങ്കര പ്രയാസമാണ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ റോഡ് പൈപ്പിടാൻ വേണ്ടിയിട്ട് കുത്തിപ്പൊളിച്ചിട്ട് ആകെ താറുമാറായി കിടക്കുവാണ്. കെ ഗോവിന്ദനും പറയുന്നു. ഞാൻ ശരിക്കും അടിവരയിട്ട് പറയാം, 24 വന്നതിന് ശേഷമാണ് ഭരണത്തിലെ അപാകതകൾ ശരിക്കും ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾ അവകാശപ്പെടുന്നുള്ളൂ. ഇർവിൻ പറയുന്നു, ഗുഡ് ഈവനിങ് SKN, ഗുഡ് ഈവനിങ് ഇർവിൻ.
24 കണക്ട് കൊല്ലം ജില്ലാ സമ്മേളനം എന്നാണ്. അതിൻ്റെ തീയതി തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, 23-ാം തീയതി മലപ്പുറം തിരൂരിൽ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെ 10ാം ക്ലാസ് പരീക്ഷയിൽ A+ നേടിയ മുഴുവൻ A+ നേടിയ കുട്ടികളെല്ലാം ആദരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി, രാവിലെ 9 മണിക്കാണ് ഈ ആദരവ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മലപ്പുറം പ്രേക്ഷക ജില്ലാ സമ്മേളനം നടക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ജില്ലാ സമ്മേളനം കണ്ണൂരിലാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലം എവിടെയാണെന്ന് തീരുമാനിക്കാം. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ 24 ലൈവ് കാണാൻ വരുന്നത് താങ്കളുടെ അവതരണം കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്തോ ഉള്ളിൽ വിഷമം വെച്ചിട്ട് പറയുന്ന പോലെയുണ്ട്. മനുഷ്യരല്ലേ സുഹൃത്തെ, നമ്മൾ അനിൽ നെയ്യാറ്റിൻകര കരുതുന്ന പോലെ തന്നെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ അവതാരകരെയും വാർത്താ പാരായണന്മാരെയും ഒക്കെ ബാധിക്കില്ലേ, പാരായണികളെയും ബാധിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല നടനാണെങ്കിലേ അതൊക്കെ അടക്കി വെച്ച് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ചിലതൊക്കെ നമുക്ക് പുറത്ത് ചാടും. പക്ഷേ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും എൻ്റെ ഉള്ളിലില്ല. ഉള്ളിൽ കടലടിക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് മുൻകൂട്ടി പറയാം, ഇനി അതല്ലേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. കാണാം നമുക്ക് വ്യാജൻ. ഇക്കഴിഞ്ഞ ജൂൺ 9 നടന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട നിരവധി കൗതുകരമായ വാർത്തകൾ സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ടു നടക്കുന്നുണ്ട്. 3ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ രാഹുൽ ഗാന്ധി തത്സമയം കാണുന്നു എന്ന തരത്തിലൊരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നു, വൈറലാ. ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ की शपथ लेता हूं. തന്റെ വാഹനത്തിലിരുന്ന് സ്ക്രീനിൽ മോദിയുടെ സത്യപ്രതിജ്ഞ കാണുന്ന രാഹുൽ ഗാന്ധിയെ കളിയാക്കി നിരവധി പേരാണ് രംഗത്ത് വന്നത്. സൂക്ഷ്മ പരിശോധനയിൽ വീഡിയോയിൽ സ്ക്രീനിൽ തെളിയുന്നത് 2019 മോദിയുടെ സത്യപ്രതിജ്ഞയാണെന്ന് വ്യക്തമായി. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ की शपथ लेता हूं कि मैं विधि द्वारा स्थापित രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള ഈ വീഡിയോയുടെ ഒറിജിനൽ പക്ഷേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2024 ഏപ്രിൽ 17-നാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ്. ഇന്ത്യയെപ്പറ്റി ചിന്തിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി തിരയുന്നു എന്ന തലക്കെട്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കറുത്ത സ്ക്രീനാണ് രാഹുലിന് മുൻപിൽ കാണാൻ സാധിക്കുക. വീഡിയോയിലെ വാട്ടർമാർക്ക് വഴി അമർ പ്രസാദ് റെഡ്ഡി എന്ന വ്യക്തിയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമായി. ഈ വ്യക്തിയുടെ എക്സ് പ്രൊഫൈലിൽ നിന്ന് മനസ്സിലായത് ഇയാൾ ഒരു BJP അനുഭാവിയും പ്രവർത്തകനുമാണെന്നാണ്. ജൂൺ 9 ഉച്ചയ്ക്ക് 1:30 ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് വൈകിട്ട് 7 മോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ ചമയ്ക്കപ്പെട്ട വ്യാജ വീഡിയോയാണിത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. മീനച്ചിലാറിൽ മഴയ്ക്ക് ശേഷം മാലിന്യം അടിഞ്ഞുകൂടിയത് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകളെ ദുരിതത്തിലാക്കുന്നു എന്ന വാർത്ത വരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം അടക്കം അടിഞ്ഞുകൂടിയത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനും തിരിച്ചടിയായി കഴിഞ്ഞു. പലതവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, പക്ഷേ മാലിന്യം നീക്കാൻ ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ പ്രദേശത്തെ ആളുകൾ നമ്മോട് പറയുന്നത്. രണ്ടാഴ്ച മുൻപ് പെയ്ത കനത്ത മഴ മീനച്ചിലാറ്റിലെ ജലനിരപ്പുയർത്തി. വേനൽക്കാലത്തടക്കം ആറ്റിലേക്ക് തള്ളിയ മാലിന്യങ്ങൾ ഇതോടെ ആറ്റിലൂടെ ഒഴുകി നടന്നു. എന്നാൽ മഴ മാറി വെള്ളം താന്നതോടെ ഒഴുകി നടന്ന മാലിന്യങ്ങൾ ഇതുപോലെ പലയിടത്തും കെട്ടിക്കിടക്കുകയാണ്. ഇതിപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ കിഴക്കുന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങനെ വന്ന് ഈ ഇല്ലിക്കാടുമായിട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൽ കെട്ടും. അതിൽ തടഞ്ഞു കിടന്നിട്ട് വരുന്ന വേസ്റ്റ് മുഴുവൻ അവിടെ കിടക്കുക. താഴത്തങ്ങാടി കളപ്പുരക്കടവ് പാലത്തിന് താഴെയുള്ള ഈ കാഴ്ച അതിന്റെ ഭീകരത വ്യക്തമാക്കി തരും. പ്ലാസ്റ്റിക് മാലിന്യം മുതൽ ചത്ത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വരെയുണ്ട് ഇവിടെ. മാലിന്യം കുമിഞ്ഞു കൂടിയതോടെ ആറിന്റെ സ്വാഭാവിക ഒഴുക്കും തടസ്സപ്പെട്ടു. ഈ വെള്ളത്തിന്റെ ഫ്ലോയിൽ തടസ്സം ഉണ്ടാകുന്നതോടുകൂടി ഒരു ഭാഗത്ത് വെള്ളം കൂടുകയും ഒരു ഭാഗത്ത് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കിഴക്കൻ പ്രദേശത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാഹചര്യം ഒരു ബെണ്ട് പോലെ ഇപ്പോൾ നിൽക്കുവാണ്. ഇത് മുകളിൽ കാണുന്നതല്ല, ഇതിന്റെ താഴോട്ട് അടിവരെയും ഈ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്.
ദൈനംദിന ജീവിതത്തിൽ മീനച്ചിലാറിനെ ആശ്രയിക്കുന്നവരാണ് ഇരുകരകളിലുമുള്ളവർ. എന്നാൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതോടെ ശുദ്ധജല ലഭ്യത കുറയും. സമീപത്തെ ജലസ്രോതസ്സുകളെയും ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. എല്ലാ ആണ്ടിലും ഇതുപോലെ തന്നെയാണ്. വള്ളംകളി വരുമ്പോൾ ഇത് മാറ്റുള്ളൂ. പശു തൊട്ട് പന്നി പൂച്ച എല്ലാം ചത്ത് കിടന്നിട്ട് അയൽവക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേലാത്തവരൊക്കെ ഒത്തിരി പേര് ഇവിടെ കിടപ്പുണ്ട്. ശ്വാസം മുട്ടലും ഈ ചൊറിച്ചിലും എല്ലാം വരുന്നത്. ഇവിടെ ഈ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ ഈ മലവെള്ളം വരുന്ന കൂട്ടത്തിൽ പാമ്പുകൾ ഇഷ്ടംപോലെ വന്നിട്ട് ഈ പറമ്പുകളിലേക്ക് തൊട്ടടുത്ത വീടുകളിലേക്കൊക്കെ കയറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. സ്ഥിരമായി ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നാട്ടുകാർ സ്വയം ഇത് നീക്കം ചെയ്യുകയാണ് പതിവ്. മാലിന്യം നീക്കം ചെയ്യാൻ ഇറിഗേഷൻ വകുപ്പിന് ഇത്തവണ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അതും നടപ്പായില്ല. മാലിന്യം നീക്കം ചെയ്യേണ്ടതൊരു അത്യാവശ്യ കാര്യമാണ്. എന്നാൽ അതിലുപരി മീനച്ചിലാറ്റിലേക്ക് ഒഴുക്കുന്ന മാലിന്യങ്ങൾ തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ട നടപടികളാണ് ഇവിടെ ആവശ്യം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. മെൽബിൻ മാണി യൂട്യൂബിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. 24 ഈ വാർത്ത പുറത്തു വിട്ടാലും അധികൃതർ ഈ വാർത്ത കാണത്തില്ല. കാരണം അവർ വേറെ ചാനലാണ് കാണുന്നത്. മെൽബിൻ എങ്ങനെ അറിയാം? അവർ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മെൽബിനെ ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? നമ്മൾ ഈ വാർത്തയുടെ വീഡിയോയും വാർത്തയും ഈ കാണേണ്ട അധികൃതർക്ക് അയച്ചു കൊടുക്കും. പലപ്പോഴും മന്ത്രിക്കൊക്കെ അയച്ചു കൊടുക്കും. ഇപ്പം ഞാൻ കാസർഗോഡ് വാർത്ത മന്ത്രി MP രാജേഷിന് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് അവർ അഥവാ കണ്ടില്ലെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ അവരെ കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ്. ഇപ്പം പിടികിട്ടിയ പുരിഞ്ച എന്ന് ചോദിക്കില്ലേ, അതുപോലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണ കേസിൽ ഒരു പോലീസുകാരൻ സസ്പെൻഷൻ കിട്ടി. അത്രയും നല്ല കാര്യം. തുമ്പ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അൻസിലിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വ്യാജ പാസ്പോർട്ടുമായി കഴിഞ്ഞ ദിവസം ഒരു കൊല്ലം സ്വദേശിയെ പിടികൂടിയപ്പോഴാണ് ഈ പോലീസുകാരൻ്റെ തനിനിറം പുറത്തു വന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, പറയൂ. എസ്കെൻ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് പോലീസ് സേന തന്നെ ഇതിനെ കണക്കാക്കുന്ന ഒരു കാര്യം. എസ്കെൻ, നമുക്കറിയാം ഇന്ന് രാവിലെയാണ് ഈ ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധർ ഇവരുമായിട്ടൊക്കെയുള്ള പോലീസിന്റെ ബന്ധം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നത്. ആ യോഗം പൂർത്തിയായി മണിക്കൂറുകൾ തികയും മുൻപ് വീണ്ടും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുമ്പയിലെ ഈ സംഭവം ഇങ്ങനെയാണ് സ്കെൻ. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ച്. അങ്ങനെ ഈ വ്യാജ പാസ്പോർട്ട് നൽകിയതിന് ഒത്താശ ചെയ്തത് ഈ പോലീസുകാരൻ തുമ്പ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിട്ടുള്ള അൻസിൽ മുഹമ്മദ് ആണ് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായി. അങ്ങനെ പോലീസ് ഒരു പരിശോധന നടത്തിയപ്പോൾ ഇയാൾ ഈ പാസ്പോർട്ട് സെക്ഷനിൽ, സ്റ്റേഷനിലെ പാസ്പോർട്ട് സെക്ഷനിൽ ജോലി ചെയ്തപ്പോഴടക്കം നിരവധി ആളുകൾക്ക് വ്യാജരേഖ ചമച്ചും അതേപോലെ തന്നെ മറ്റൊരു രേഖകളും ഇല്ലാതെ ചില കൃത്രിമത്വമൊക്കെ കാണിച്ച് പാസ്പോർട്ട് നൽകി, ആ പാസ്പോർട്ട് നൽകാൻ സഹായം നൽകി ഒത്താശ ചെയ്തു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൻസിൽ മുഹമ്മദിനെ, തുമ്പ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO അൻസിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ചില ഗുരുതരമായിട്ടുള്ള രേഖകളടക്കം ചമച്ചു, അത് കൃത്രിമം കാണിച്ചു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിന്റെ തുടരന്വേഷണം അടക്കം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നാളെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ നാളെ പുറത്തു വന്നേക്കും. എസ്കേൻ, താങ്ക് യു ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.